മീര, മീര, എത്ര നേരമായി ആ ഫോൺ കരയുന്നു. നീ അവിടെ എന്ത് ചെയ്യുകയാണ് കുട്ടേ? പുറത്തെ തൊടിയിൽ നിന്ന് എന്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സരസ്വതി അമ്മ അകത്തേക്ക് വിളിച്ചു കൂവി. പ്രായം ഏകദേശം 30-നോടടുത്ത ഒരു യുവതി തൻ്റെ മുടികൾ വൃത്തിയായി കെട്ടി നെറ്റയിൽ ഒരു കറുത്ത പൊട്ട് തൊട്ട് തൻ്റെ കയ്യിലെ ഹാൻഡ് ബാഗ് ഒന്നുകൂടി ശരിയാക്കി സാരി ശരിയായി ഉടുത്തു എന്ന് ഉറപ്പുവരുത്തി ഫോണിനടുത്തേക്ക് നടന്നു. ഹലോ, ഇത് മീരയുടെ നമ്പർ അല്ലേ? മീര വാസുദേവൻ്റെ നമ്പർ. ഇതാരാ മനസ്സിലായില്ല? മീര തുടർന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു. ഞാൻ അഞ്ജലി, നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്നു +2-ൽ. ഓ സോറി, എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എനിവേ, അഞ്ജലിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മീര തുടർന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ചോദിച്ചു. ഇല്ല, സോറി. അഞ്ജലി ഉടനെ ഫോൺ വെച്ചു. 2 വർഷം ഒരുമിച്ച് പഠിച്ച് സങ്കടങ്ങളും സന്തോഷവും പങ്കുവച്ചവരാണ്. എപ്പോഴും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്നവൾക്ക് തന്നെ ഓർമ്മയില്ല പോലും. അഞ്ജലിയുടെ മുഖം വാടി. അഞ്ജലി ഫോൺ വെച്ചതും മീര തൻ്റെ കറുത്ത കുട തുറന്ന് മുറ്റത്തുകൂടി യാത്രയായി. ആരാ മോളെ വിളിച്ചത്? സരസ്വതി അമ്മ പുറത്തുനിന്ന് വിളിച്ചു ചോദിച്ചു. ആരുമില്ല, ആരോ നമ്പർ മാറി വിളിച്ചതാണ്. അഞ്ജലി എന്നാണ് പേര്. സത്യത്തിൽ ആരാണ് വിളിച്ചതെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. സരസ്വതി അമ്മ പിന്നീട് കൂടുതലൊന്നും അവളോട് ചോദിച്ചില്ല. അറിയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കാരണം അവളോട് ചോദിച്ചിട്ട് ഒരു ഫലവുമില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അവൾ ഇങ്ങനെയാണ്. ആരോടും ഒന്നും സംസാരിക്കില്ല. എപ്പോഴും എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കും. പണ്ടേറ്റ മുറിവ് ഇപ്പോഴും മനസ്സിൽ ഉണങ്ങാതെയുണ്ട്. മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും അവൾ എപ്പോഴും ഒരു കറുത്ത കുട ചൂടും. അതവൾക്കൊരു മറ പോലെയായിരുന്നു. അന്ന് അവൾ നേരെ പോയതൊരു ലൈബ്രറിയിലായിരുന്നു. അവിടെ നിന്ന് പതിവ് പോലെ ഒരു നോവലെടുത്ത് അവൾ കസേരയിലിരുന്നു. എന്നാൽ അവളുടെ ശ്രദ്ധ വായനയിലായിരുന്നില്ല. രാവിലെ വന്ന ഫോൺ കോൾ, ആ പേര് അതവളെ വല്ലാതെ അസ്വസ്ഥതയാക്കിയതുപോലെ. എന്നാൽ അവൾ എന്തെങ്കിലും ആഴത്തിൽ ചിന്തിക്കും മുമ്പേ അവൾക്ക് മുന്നിൽ ഒരു യുവാവ് വന്നിരുന്നു. ഞാൻ ഇന്നിത്തിരി വൈകിപ്പോയി, കുറേ നേരമായോ വന്നിട്ട്? അവൻ കസേര അവളുടെ അരികിലേക്ക് നീക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അവൾ അത് ശ്രദ്ധിക്കാത്തതുപോലെ വായന തുടർന്നു. അതെ, ഇന്നും ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറി തന്നെയാണോ? വല്ലപ്പോഴും ആ റൊമാൻസ് സ്റ്റോറി കൂടി ഒന്ന് നോക്ക്. അവൻ അവളെ ഒളികണ്ണിട്ട് നോക്കി. അവൾ അതിനും ഉത്തരം നൽകിയില്ല. എന്നാൽ അവൻ പുസ്തകം വായിക്കുക എന്ന മട്ടിൽ അവളെ നോക്കുകയായിരുന്നു. കാണാൻ ഭംഗിയുള്ള പുതിയ മോഡൽ കണ്ണട വെച്ച ഒരു പെൺകുട്ടി. ആരോടും അധികം സംസാരമില്ല, എപ്പോഴും പുസ്തകം വായന തന്നെ. ഇവളെ കാണാനും മിണ്ടാനും മാത്രമാണ് താൻ എന്നും ഇവിടെ വരുന്നത്. എന്നാൽ ഇതുവരെ ഇവൾ തന്നെ ഒന്ന് ഗൗനിച്ചിട്ട് പോലുമില്ല. എൻ്റെ പേര് അർജുൻ, ഇവിടെ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും ഒരു അനിയത്തിയും. എനിക്ക് 34 വയസ്സാകാറായി. വീട്ടിൽ കല്യാണാലോചന നടക്കുന്നുണ്ട്. അത് കേട്ടതും മീര അതിന് ഞാൻ എന്ത് വേണമെന്ന മട്ടിൽ പുസ്തകം മടക്കി വെച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നാലെ അർജുനും. അതെ, എത്രയായി ഞാൻ ഇങ്ങനെ തൻ്റെ പിറകെ നടക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു കോഫി കുടിക്കുമോ? എന്നാൽ മീരയ്ക്ക് നിൽക്കാൻ പാവമില്ലായിരുന്നു. മീര പ്ലീസ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടി മാത്രം പ്ലീസ്. ഇത്രയും കാലം താൻ ഒന്നും ഇയാളോട് സംസാരിച്ചിട്ടില്ല. എന്നിട്ടും എങ്ങനെ എൻ്റെ പേര് മനസ്സിലായി? മീര അതിശയിച്ചു. അതുകൊണ്ട് തന്നെ അവനോടൊപ്പം പോകാമെന്ന് അവൾ സമ്മതിച്ചു. അങ്ങനെ അവർ ഒരു കോഫി ഷോപ്പിലെത്തി. ചേട്ടാ, 2 കോഫി, ഒന്ന് ലൈറ്റ് ഷുഗർ കുറച്ച്, മറ്റേത് കുറച്ച് കടുപ്പം കൂട്ടിക്കോ, പിന്നെ ഷുഗർ ആവശ്യത്തിന്. അത് കേട്ടതും മീര അവനെ നോക്കി. തൻ്റെ ഇഷ്ടങ്ങൾ ഇവൻ എങ്ങനെ മനസ്സിലായി? മീരയ്ക്ക് ഈ ഹോട്ടൽ ഇഷ്ടപ്പെട്ടോ? അവൻ ചോദിച്ചു. തനിക്കെന്താ പറയാനുള്ളത്? മീര അവനെ നോക്കി. അത് ഒരു കഥ. കഥയോ? കഥ തന്നെ, എൻ്റെ കഥ. മീര മുൻപ് ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ? ഞാൻ സ്നേഹിച്ചിരുന്നു, ഒരു പെൺകുട്ടിയെ, വളരെ ആത്മാർത്ഥമായി. ഇതൊക്കെ എന്തിനാ താൻ എന്നോട് പറയുന്നത്? മീരയുടെ സ്വരത്തിൽ അല്പം ദേഷ്യമുണ്ടായിരുന്നു. അത് ഞാൻ പറയാം. അതിനു മുമ്പ് തനിക്ക് എൻ്റെ കഥ കേട്ടുകൂടെ? എന്തായാലും നമുക്ക് മുന്നിൽ കുറച്ച് സമയമില്ലേ? ശരി. താല്പര്യമില്ലാഞ്ഞിട്ടും കൂടി മീര അതിന് സമ്മതിച്ചു. അന്നൊരു മഴക്കാലമായിരുന്നു. കോരിച്ചൊരിയുന്ന മഴ, ഒപ്പം ഇടിമിന്നലും. ഞാൻ എൻ്റെ കോളേജ് വരാന്തയിൽ ഇരിക്കുകയാണ്, ഒപ്പം കുറച്ച് ഫ്രണ്ട്സും. ആ സമയത്താണ് ഒരു പെൺകുട്ടി ഒരു കറുപ്പ് കുടയും ചൂടി അവിടേക്ക് വന്നത്. അവൾ സുന്ദരിയായിരുന്നു.
കയ്യിൽ കുറേ കുപ്പിവളകൾ, കണ്ണിൽ കൺമഷി, നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും, മൂക്കിൽ വെള്ളാരം മൂക്കുത്തി. അതേ ചേട്ടാ, ഈ ഫസ്റ്റ് ഇയർ ബികോം ബാച്ച് എവിടെയാണ്? അവൾ എന്നോട് ചോദിച്ചു. ബികോം? അത് കുറച്ചു നേരം ഞാൻ ഉത്തരം പറയാൻ ആവാതെ അവളെ നോക്കി നിന്നു. ചേട്ടൻ അറിയില്ലേ? അവൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി. അല്ല, തൻ്റെ പേരെന്താ? മീര. അവൾ ഉത്തരം പറഞ്ഞു. ഞാൻ അന്ന് അവൾക്കൊപ്പം ക്ലാസ് വരെ പോയി. അവൾ എന്നോട് നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ ഫുൾ ടൈം അവളുടെ ക്ലാസ്സിന് മുന്നിലായി. ക്ലാസ് വിടുമ്പോഴും ക്ലാസ്സിന് പോകുമ്പോഴും ബോഡി ഗാർഡ് പോലെ. ഒരു ദിവസം വന്ന് അവൾ വളരെ ലേറ്റായിട്ടാണ് ക്ലാസ്സിൽ വന്നത്. ആകെ കരഞ്ഞു, മുഖമെല്ലാം ചുവന്നിട്ടുണ്ട്. എന്തു പറ്റി മീര? ഞാൻ അവളോട് ചോദിച്ചു. അതിനുത്തരമായി അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നെ രക്ഷിക്കണം, അയാൾ എന്നെ ഉപദ്രവിക്കും. ആര്? ഞാൻ ചോദിച്ചു. മീരയുടെ അമ്മാവൻ്റെ മകൻ. അവന് ചെറുപ്പത്തിലേ അവളോടൊരിഷ്ടമുണ്ട്. പക്ഷേ അത് അവളോടുള്ള ആഗ്രഹം മാത്രമായിരുന്നു. ഞാൻ അവനെ കണ്ട് ഭീഷണിപ്പെടുത്തി, ഉപദ്രവിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും അവൻ അടങ്ങിയില്ല. ഒടുവിൽ മീരയും ഞാനും ഒരുപാടടുത്തു. കോളേജ് ലൈബ്രറിയിൽ ഞങ്ങൾ സ്ഥിരം കണ്ടുമുട്ടും. പുസ്തകങ്ങൾക്കൊപ്പം മനസ്സും കൈമാറി. ഒരു ദിവസം മീര ഒരു ചുവപ്പ് ധാവണിയെടുത്ത് ക്യാമ്പസിൽ വന്നു. അവൾ അതിൽ അതിസുന്ദരിയായിരുന്നു. അന്നാദ്യമായി കോളേജിലെ ഇടവഴിയിൽ വെച്ച് ഞാൻ അവളെ ചുംബിച്ചു. അവൾ എന്നെയും ഞങ്ങളുടെ ചുണ്ടുകളും മനസ്സും കെട്ടിപ്പിടിച്ചു. ആ ചുംബനത്തിന് മധുരമായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മീരയുടെ അമ്മാവൻ്റെ മകനും അറിഞ്ഞു. അതോടെ അയാളുടെ ഉപദ്രവം കൂടി. മീരയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കുടുംബം തന്നെ നശിപ്പിക്കുമെന്ന് ഭീഷണി. ഒടുവിൽ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. അന്ന് ആ രാത്രി ഞാൻ അവളുടെ കൈ പിടിച്ച് കാറിൽ കയറ്റി. അതോടെ ഞങ്ങളുടെ പ്രശ്നമൊക്കെ അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എതിരെ വന്നൊരു വാഹനം അത് ഞങ്ങളുടെ കാറുമായി കൂട്ടിമുട്ടി. മീരയും ഞാനും ഹോസ്പിറ്റലിലായി. എനിക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് അവിടെ നിന്ന് പോരാൻ സാധിച്ചു. പക്ഷെ മീര ജീവൻ അപകടപ്പെട്ടില്ലെങ്കിലും അവൾ അപ്പോൾ മുതൽ എൻ്റെ മീരയല്ലായിരുന്നു. അവൾക്കെന്നെ ഓർമ്മയില്ല. അച്ഛനെയും അമ്മയെയും വരെ അവൾ മറന്നിരിക്കുന്നു. ഞാൻ ആകെ തളർന്നുപോയി. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ മറന്നാൽ പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? മരിക്കാനാണ് ആദ്യം തോന്നിയത്. പക്ഷെ ധൈര്യമില്ലായിരുന്നു. മീര എപ്പോഴെങ്കിലും എന്നെ ഓർക്കും എന്നൊരു പ്രതീക്ഷ. അർജുൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. മീരയുടെ കൈകൾ അറിയാതെ മേശപ്പുറത്ത് വിറച്ചു. വീട്ടുകാർ അവളെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി. ഞാൻ അവളെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചില്ല. അത് ചിലപ്പോൾ അവളുടെ മാനസിക നില തെറ്റിച്ചേക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ കാത്തിരുന്നു. അവൾ പോയതെവിടെയാണെങ്കിലും അവൾക്കരികിൽ ഞാൻ ഉണ്ടാകണമെന്ന് എനിക്ക് വാശിയായിരുന്നു. ഞാൻ അവളെ കണ്ടെത്തി, അവളോട് സംസാരിച്ചു, എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. പക്ഷേ എന്താ പക്ഷേ? ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമല്ലേ? അതാണോ താൻ എൻ്റെ പിറകെ നടക്കുന്നത്? മീര അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ അവൻ ആഗ്രഹിച്ചു. താൻ ഇത്രയും പറഞ്ഞിട്ടും അവൾക്കൊന്നും ഓർമ്മയില്ല എന്ന തിരിച്ചറിവ് അവൻ്റെ നെഞ്ചു പിളർന്നു. എൻ്റെ മീരയെ കാണാൻ ഏകദേശം തന്നെ പോലെയുണ്ട്. താൻ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? മീരയെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കുമോ? വെറുതെ ആണെങ്കിലും എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ മീരയായി അഭിനയിക്കുമോ? അർജുൻ അങ്ങനെ ചോദിച്ച് മീര അവിടെ നിന്നും എഴുന്നേറ്റു. ഞാൻ എന്തിനാ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? എനിക്ക് വേറെ ജോലിയുണ്ട്. അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി. സരസ്വതി അമ്മ അപ്പോഴും മുറ്റത്ത് എന്തൊക്കെയോ ജോലിയിലാണ്. മീര ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. തൻ്റെ മുറിയിലെ കണ്ണാടിയിൽ മുഖം നോക്കി. ചെറിയ പൊട്ട്, മൂക്കൂത്തി, കുപ്പിവളകൾ എല്ലാം തനിക്കുമുണ്ട്. ഇനി ഞാനാണോ അയാളുടെ മീര? അവൾ ഒന്നും ഓർത്തെടുക്കാൻ ശ്രദ്ധിക്കാതെ അവിടെയിരുന്നു. കുറച്ചു കഴിഞ്ഞ് സരസ്വതി അമ്മ അകത്തേക്ക് വന്നു. മോൾ എന്താ ആലോചിക്കുന്നത്? അവർ അവളെ തലോടി. അഞ്ജലി, ആരാ അത്? അവൾ തനിയെ ചോദിച്ചു. അത് മോളുടെ കൂട്ടുകാരിയായിരുന്നു. +2-ൽ എപ്പോഴും മോളെ വിളിക്കും. അച്ഛൻ മരിച്ചപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? മീര പെട്ടെന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ അമ്പരപ്പും സംശയവും നിറഞ്ഞിരുന്നു. ഞാൻ ബികോമിന് പഠിച്ചിരുന്നോ? അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. അത് കഴിഞ്ഞ കാലമല്ലേ മോളെ. മോൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ആ ശിവയെ പേടിച്ചിട്ടല്ലേ?
കുറച്ചു മാസം കോളേജിൽ പോകാതെ ഇരുന്നത് ശിവയോ? അതാരാ? അവൾ വീണ്ടും അമ്മയെ നോക്കി. എന്നാൽ അമ്മ അതിനും ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറി. അതോടെ മീരയ്ക്കുറപ്പായി എല്ലാവരും തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അവൾ തൻ്റെ പഴയ അലമാര തുറന്നു. അർജുൻ പറഞ്ഞതുപോലെ ചുവന്ന ധാവണി അവൾ അതെടുത്തുടുത്തു. പിറ്റേന്ന് അർജുൻ കാണാൻ ആയി ലൈബ്രറിയിലെത്തി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവളെ അങ്ങനെ കണ്ടപ്പോൾ അർജുന് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു, ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്നാൽ മീര അവനെ ദേഷ്യത്തിൽ തട്ടിമാറ്റി. ഞാൻ നിന്റെ മീരയല്ല, എനിക്ക് തന്നെ അറിയില്ല, ഞാൻ ആരാണെന്ന്. അമ്മ എന്തൊക്കെയോ എന്നിൽ നിന്നും ഒളിപ്പിക്കുന്നുണ്ട്. നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആരാ നീ? ആരാ ഞാൻ? അത് കേട്ടതും അർജുൻ അവൾക്കരികിലേക്ക് അടുത്തു. അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും ഒരു കറുത്ത കാർ അവിടെ എത്തി. മീര, നീ എന്താ ഇവിടെ? ആരാ ഇത്? വാ പോകാം. കാറിൽ നിന്ന് ഇറങ്ങിയ ആൾ മീരയുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ മീര അയാളെ അതിനനുവദിക്കാതെ അർജുൻ്റെ കൈകൾ പിടിച്ചു. ഞാൻ അർജുൻ്റെ ഒപ്പം വന്നോളാം. അത് കേട്ടതും അയാൾ ദേഷ്യത്തിൽ കാർ സ്റ്റാർട്ട് ചെയ്തു. നേരെ അവളുടെ വീട്ടിലെത്തി. തള്ളെ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകളോട് കഴിഞ്ഞതെല്ലാം മറന്നുപോയെന്ന്? എന്നിട്ടിപ്പോൾ അവൾ അവളുടെ പഴയ കാമുകനുമായി ഉല്ലസിക്കുകയാണല്ലോ. കാമുകനോ? അർജുൻ നാട്ടിലില്ലല്ലോ. സരസ്വതി അമ്മയുടെ സ്വരം പേടി നിറഞ്ഞതായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ കണ്ടത് അവൻ്റെ പ്രേതമായിരിക്കും. ദേ, ഒരിക്കൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് പെണ്ണിൻ്റെ ഓർമ്മയെ പോയുള്ളൂ. ഇനി ചിലപ്പോൾ അവളും അവനും കൂടി ഒരുമിച്ചില്ലാണ്ടാകും. ഒരാഴ്ച ഞാൻ സമയം തരാം, അതിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം കഴിയണം. ശിവ അവരെ ഭീഷണിപ്പെടുത്തി. അത് മീരയുടെ അഭിപ്രായം അറിയാതെ എങ്ങനെ? അവർ പേടിച്ചുകൊണ്ട് ചോദിച്ചു. ആരുടെ അഭിപ്രായവും അറിയണ്ട, ഞാൻ പറഞ്ഞതുപോലെ നടക്കണം, അല്ലെങ്കിൽ അവൻ അവിടെ നിന്നും എന്തൊക്കെയോ വലിച്ചു വാരി പുറത്തേക്കിട്ടു. ശിവ പോയി കഴിഞ്ഞതും മീര അർജുൻ്റെ അരികിൽ നിന്നും മാറി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ പറഞ്ഞത് സത്യമാണോ കളവാണോ എന്ന് പോലും. പക്ഷേ എന്തോ ഒരു ധൈര്യം നീ ഉള്ളപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് കേട്ടതും അർജുൻ അവളെ കെട്ടിപ്പിടിച്ചു. അവളെയും കൂട്ടി വീട്ടിലെത്തി. ഒരുപാട് വർഷത്തിന് ശേഷം അവളെ കണ്ടതും അർജുനും അമ്മയ്ക്കും കുടുംബത്തിലുള്ളവർക്കും അത്ഭുതമായി. മീര എന്ന് വിളിച്ച് അവർ അവളെ പുണർന്നു. ഇതാണ് മീനാക്ഷി, എൻ്റെ അനിയത്തി. അർജുൻ അവൻ്റെ അനിയത്തി അവൾക്ക് പരിചയപ്പെടുത്തി. അവളെ വീട് കാണിക്കാൻ കൊണ്ടുപോയി. എല്ലാ മുറികളിലും പോയി. അവസാനം അവൾ അർജുൻ്റെ മുറിയിലെത്തി. ആ മുറി കണ്ടതും കണ്ണുകൾ നിറഞ്ഞു. അവിടെയുള്ളതെല്ലാം അവൾക്കിഷ്ടപ്പെട്ടതായിരുന്നു. ബെഡ്ഷീറ്റ് മുതൽ മുറിയിലൊട്ടിച്ച സ്റ്റിക്കർ വരെ. നിനക്കെപ്പോഴും കറുപ്പ് നിറപ്പോടായിരുന്നു പ്രിയം, അവൻ അവളോട് പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അർജുൻ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് മീര ആ മുറിയിലെ ചുമരിലേക്ക് നോക്കി. അവിടെ ഒരു പഴയ ഫോട്ടോ ഫ്രെയിം ഇരിപ്പുണ്ടായിരുന്നു. അതിൽ മുഖം വ്യക്തമല്ലാത്ത, എന്നാൽ ഒരു കറുത്ത കുട ചൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. മീര അതിനടുത്തേക്ക് വന്നു. അത് അവൾ തന്നെയായിരുന്നു. ഇത് ഞാനാണോ? മീരയുടെ ശബ്ദം വിറച്ചു. അർജുൻ അതിന് ഉത്തരമായി ഒന്ന് മൂളി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തലയിൽ ഒരു ഭാരം പോലെ തോന്നി. പെട്ടെന്ന് മീരയുടെ തലയിൽ ഒരു മിന്നൽ കടന്നുപോയി. വലിയൊരു ആക്സിഡൻറ്റിൻ്റെ ശബ്ദം മുഴങ്ങി. ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദം. ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്നു. ആരോ നിലവിളിക്കുന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു സമയം എല്ലാം നിശബ്ദമായതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അർജുൻ, എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. പക്ഷേ എല്ലാം പുകമറ പോലെ. അവൾ തളർന്നു താഴെയിരുന്നു. ഒന്നും ഓർക്കേണ്ട, ഒന്നും. അവൻ അവളെ വാത്സല്യത്തോടെ തലോടി മോർത്താവിൽ ചുംബിച്ചു. ആ ചുംബനത്തിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും വേദനയും കലർന്നിരുന്നു. പക്ഷേ മീരയുടെ ഉള്ളിൽ പഴയ ഓർമ്മകളുടെ പുകപടലങ്ങൾ അപ്പോഴും കനലായി എരിയുന്നുണ്ടായിരുന്നു. അവൾ ഉടനെ അവിടെ നിന്നും ഇറങ്ങി. പുറത്തപ്പോൾ നല്ല മഴയായിരുന്നു. അവൾ തൻ്റെ കുട നെഞ്ചോട് ചേർത്ത് പിടിച്ചു നടന്നു. വീട്ടിലെത്തിയത് സരസ്വതിയമ്മ ഇരുന്ന് കരയുകയാണ്. അവൾ അവരോട് കാര്യം തിരക്കി. സരസ്വതിയമ്മ പേടിച്ചുകൊണ്ട് എല്ലാം അവളോട് തുറന്നു പറഞ്ഞു. ശിവയെക്കുറിച്ചും അവളെക്കുറിച്ചും അർജുനെക്കുറിച്ചും. അവൻ എത്രത്തോളം അവളെ സ്നേഹിച്ചിരുന്നു എന്നും. പിറ്റേന്ന് അവൾ വീണ്ടും ലൈബ്രറിയിലെത്തി. എന്നാൽ ഈ പ്രാവശ്യം അവൾ അർജുനെ ശ്രദ്ധിച്ചില്ല.
മനഃപൂർവ്വം അവഗണിച്ചു. അവൻ സംസാരിക്കാൻ വരുമ്പോഴെല്ലാം അവൾ കാരണങ്ങളുണ്ടാക്കി ഒഴിഞ്ഞു മാറി. അതോടെ അർജുൻ ആകെ തളർന്നു. ആർക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത്? ആരെയാണോ താൻ ഇത്ര സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നത്, അയാളാണ് അവനെ ഇന്ന് ഇത്രയും അവഗണിക്കുന്നത്. നിനക്കെന്തു പറ്റി? അവൻ മീരയുടെ കൈകളിൽ ബലമായി പിടിച്ചു. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ശിവയാണ് വരൻ, എൻ്റെ അമ്മാവൻ്റെ മകൻ. നീ ഉറപ്പായിട്ടും വരണം. മീര കൃത്രിമമായി ഒരു ചിരി ചിരിച്ച് അവനോട് സംസാരിച്ചു. അതോടെ അവനാകെ സമനില തെറ്റി. അവൻ അവളോടൊന്നും പറഞ്ഞില്ല. അവളുടെ കൈവിട്ടു. പക്ഷേ അന്ന് രാത്രി അവൻ ഒരുപാട് മദ്യപിച്ച് അവളുടെ വീടിന് മുന്നിലെത്തി. പാതി ബോധത്തിൽ അവൻ എന്തൊക്കെയോ അവളോട് സംസാരിച്ചു. പക്ഷേ അവൾ വീടിന് പുറത്തിറങ്ങിയില്ല. ഒടുവിൽ എപ്പോഴും അവൻ കുഴഞ്ഞു പുറത്തു വീണു. അത് കണ്ടതും അവൾ പുറത്തേക്കോടി. സരസ്വതി അമ്മ അവളെ തടഞ്ഞില്ല. അവർ രണ്ടുപേരും ചേർന്ന് അവനെ അകത്തേക്ക് കിടത്തി. അവൻ്റെ വസ്ത്രങ്ങൾ ആകെ മുഷിഞ്ഞിട്ടുണ്ട്. മീര അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. ഒടുവിൽ അത് പൂർണ്ണമായി. അപ്പോഴാണ് അവൻ്റെ നെഞ്ചിൽ ഒരു പെൺകുട്ടിയുടെ മുഖം അവൾ കാണുന്നത്. അത് താൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കിടന്നു. അന്ന് രാത്രി മുഴുവൻ അവൾ അവൻ്റെ ചൂടിൽ മയങ്ങി. പിറ്റേന്ന് രാവിലെ അവൾ ഉറക്കമുണർന്നതും അവൻ അവിടെ ഇല്ലായിരുന്നു. മീര അവനെ അന്വേഷിച്ച് പുറത്തു പോകാൻ ഒരുങ്ങി. എന്നാൽ അപ്പോഴേക്കും ശിവ അവിടെ എത്തി. നീ എവിടേക്കാണ് പോകുന്നത്? അവനെ നോക്കിയാണോ? നിന്റെ പഴയ കാമുകനെ തേടി. അവൻ നിന്നെ തിരക്കി ഇവിടെയും വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. എല്ലാം അവൻ പെട്ടെന്ന് മറക്കുമെന്ന് കരുതി. പക്ഷെ അവന് ഭാഗ്യമില്ല. നിന്നെയും അവനെയും എന്നേക്കുമായി അകറ്റാൻ ഞാൻ ആക്സിഡൻറ്റ് വരെ ഉണ്ടാക്കി. എന്നിട്ടും പന്ന രക്ഷപ്പെട്ടു. ഇനി നിന്നെ അവന് ഞാൻ വിട്ടുകൊടുക്കില്ല. ശിവ അവളെ ബലമായി കീഴടക്കാൻ ശ്രമിച്ചു. അവൾ അലറി വിളിച്ചു. പുറത്തുനിന്ന് ബഹളം കേട്ട് വന്ന സരസ്വതി അമ്മ തൻ്റെ മകളെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒടുവിൽ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ അടുക്കളയിൽ നിന്നൊരു വലിയ വടിക്കഷ്ണം എടുത്ത് ശിവയുടെ തലയിൽ അടിച്ചു. വിചാരിക്കാതെ അടി കിട്ടിയതും അവൻ നിലത്തേക്ക് പതിച്ചു. മീര ഓടി വന്നു അമ്മയെ പുണർന്നു. ശിവ നിലത്ത് വീണതും സരസ്വതി അമ്മ ആ വടി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മീര പേടിച്ചുകൊണ്ട് അർജുനെ വിളിച്ചു. ആദ്യം അവൻ ഫോൺ എടുത്തില്ല. എന്നാൽ ഒരുപാട് തവണ കോൾ കണ്ടതും അവൻ തിരിച്ചു വിളിച്ചു. മീര തന്നെ മനസ്സിലാകുന്നില്ല എന്നോർത്ത് ആ പാവം ഏതോ ഒരു മലമുകളിലായിരുന്നു. മീര സംഭവിച്ച കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ അവനെ ധരിപ്പിച്ചു. അർജുൻ ഓടി അവിടെ എത്തി. പോലീസിൽ വിവരമറിയിച്ചു. ഭാഗ്യത്തിന് ശിവ മരിച്ചിട്ടില്ല. മീര അവൻ പറഞ്ഞതെല്ലാം പോലീസിനോട് പറഞ്ഞു. അവരുടെ ചോദ്യം ചെയ്യലിൽ ശിവ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. അതോടെ അവൻ ജയിലിലായി. പിന്നെയും മഴക്കാലം വന്നു. മീരയുടെ കയ്യിൽ ഇപ്പോൾ വർണ്ണക്കുടയാണുള്ളത്. മീര ലൈബ്രറിയിലെത്തി. ഈ പ്രാവശ്യം അവളുടെ കയ്യിൽ പ്രണയ നോവലാണ്. അവൾക്കരികിൽ അർജുനുമുണ്ട്. അവർ മേശയ്ക്കിടയ്ക്കുകൂടി അവരുടെ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. കൈകളോ അർജുൻ്റെ നെഞ്ചിൽ കിടന്നാണ് മീര പുസ്തകം വായിക്കുന്നത്. അർജുൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പ്രണയമായി, കരുതലായി. എന്തേ എന്നോട് ആദ്യമേ ഇതൊന്നും പറഞ്ഞില്ല? മീര അവനോട് ചോദിച്ചു. നഷ്ടപ്പെടും എന്നൊരു ഭയമായിരുന്നു. പിന്നീട് ശ്വാസം മുട്ടുന്നത് പോലെയായി. അത് കേട്ടതും അവൾ ചിരിച്ചു. അവൾ ഫോൺ അവന് നേരെ നീട്ടി. അഞ്ജലി അവനോട് സംസാരിച്ചു. അവർ ഇരുവരും ഒരുമിച്ചു പിന്നെയും ആ മഴയത്തൊരുമിച്ചു കുട ചൂടി നിന്നു.